ഹലോ, നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഏറ്റെടുത്തതിൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ അംഗീകരിച്ചതിൽ, എൻ്റെ പണിയെ നിങ്ങൾ അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ നേരത്തെ അതിനകത്ത് പറഞ്ഞു, ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ട് പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, പല സ്ഥലത്തു നിന്നും, കേരളത്തിൻ്റെ പല സ്ഥലത്തു നിന്നും. ഇപ്പോൾ നമ്മളൊരു ഇതാക്കി പറയുന്നില്ല, കൊല്ലം, എറണാകുളം, കായംകുളം, ആലപ്പുഴ, കൊല്ലം, എറണാകുളം, കായംകുളം, ആലപ്പുഴ ആ സൈഡിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ വിളിച്ചത്. അപ്പോൾ അവരെല്ലാം വണ്ടി റീസ്റ്റോറേഷൻ്റെ കാര്യങ്ങളായി സംബന്ധമായിട്ടാണ് വിളിച്ചത്. അപ്പോൾ എല്ലാവരോടും 8 മാസം 9 മാസം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കിവിടെ സ്റ്റാഫുകൾ, ഞാനിതൊരു ഒരു ബിസിനസ്സായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നാണ് പണി പഠിച്ചത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചാൽ പണി പഠിക്കും. എനിക്ക് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചാൽ, അച്ഛനോട് ചോദിച്ചാൽ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എനിക്ക് അത്രയും, ഞാൻ ചെറുപ്പം തൊട്ട് ഇത് കണ്ടുകൊള്ളുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാനൊരു വണ്ടിഭ്രാന്തനാണ്. അപ്പോൾ ഇവിടെ വന്ന വണ്ടിക്കാരെല്ലാവരും വണ്ടിഭ്രാന്തന്മാരാണ്, ഒട്ടുമിക്കൊരു 90% ആൾക്ക്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മൾ ശരിക്കും, ഇപ്പം ഞാൻ നിങ്ങൾക്ക് പച്ചയ്ക്ക് പറയാപ്പോൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു 100 പേര്, അല്ല 100 അല്ല, അതിൽ കൂടുതൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പലരും കൂടുതൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 3-4 സ്റ്റാഫിനെയൊക്കെ വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5 കൊല്ലത്തേക്കുള്ള വണ്ടി നമുക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിയാണ്. അപ്പോൾ ഇത് വിളിച്ച പലരും ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഞാൻ ഒഴിവാക്കിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന വണ്ടികൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. അപ്പോൾ ഇത് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഇത്രയും വണ്ടികൾ, ഇത് സർവീസ് വണ്ടികൾ വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇനി ഷട്ടടച്ചിട്ടാണ് ഇത് ക്വാളിറ്റി. ഇതിന് പുറത്ത് വണ്ടികൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നിങ്ങളെൻ്റെ ഗോഡൗണിൻ്റെ വണ്ടികൾ വെച്ചിരുന്ന സ്ഥലവും നിങ്ങളെ കാണിച്ചു തരാം. ഇത്രയും വണ്ടികൾ നമുക്ക് റീസ്റ്റോറിങ്ങിന് തന്നെ ഇരിപ്പുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ എപ്പോൾ തന്നെ ചെയ്ത് കൊടുക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ 3 ഷിഫ്റ്റായിട്ടാണ് ഇവിടെ പണിയുന്നത്. വെളുപ്പിന് 6 മണിക്ക് വർക്ക്ഷോപ്പിൽ വരും. ഇവിടെ വന്ന് നമ്മൾ എൻജിൻ റീസ്റ്റോറേഷൻ വണ്ടികളുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി തീർന്നപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം. ഒരു മനോജ് എന്ന് പറഞ്ഞൊരു കസ്റ്റമറുടെ വണ്ടി. പുള്ളി കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ വർക്ക്ഷോപ്പായിട്ട് കൂടി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ വണ്ടി ചെയ്യണം. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് ഇപ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. വിളിക്കുമ്പോൾ നമുക്ക് എന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണ്. കാരണം വെച്ചാൽ നമ്മളൊരു ഫീൽഡായിട്ടിരിക്കുമ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ പറ്റൂല എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് ഇതെൻ്റെ നിവൃത്തിയോടുകൊണ്ട് ഞാൻ പറയുന്നത്. കാരണം വെറുതെ കുറേ വണ്ടികൾ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല, വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു സമയത്തിന് വില കൊടുക്കുന്ന ഒരാളാണ്. നമ്മൾക്ക് കിട്ടിയേക്കുന്ന ടാലൻറ്റ് എന്താണോ അത് വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുക, അത് നല്ല സമയം തക്കത്തിന് ഉപയോഗിക്കുക, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ വെറുതെ കുറേ ആൾക്കാരെ വണ്ടി കൂടെ മേടിച്ച് വെച്ച് ഇന്ന് ആവട്ടെ നാളെ ആവട്ടെ മറ്റന്നാൾ തരാം അങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. അതുപോലെ ഇത് പഴയ വണ്ടി ഉള്ള കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുത്ത് തിരക്ക് പിടിക്കാതിരിക്കുക. അപ്പോൾ അതുപോലെ മെക്കാനിക്കുകളുടെ അടുത്ത് എനിക്ക് പറഞ്ഞു, നിങ്ങൾ തിരക്ക് പിടിച്ച് പണി ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. നമ്മൾ സമയമെടുത്ത് നമ്മൾ ആ ചെയ്യുന്ന പണി ആത്മാർത്ഥമായിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാരേജിൻ്റെ ഫ്രണ്ടിൽ എത്ര വർക്ക് അല്ലെങ്കിൽ എത്ര വണ്ടി ഇരിക്കുന്നത് എന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു വണ്ടിക്ക് ഒരു വണ്ടി ചെയ്തു കൊടുക്കുന്നത് നല്ല രീതിയിലായിപ്പോയി അവൻ ആ വണ്ടി കൊണ്ടുപോയി അടുത്തൊരാൾ ചോദിച്ചാൽ അവിടെ നിന്നൊരു വണ്ടി വരിക. അതാണ് ശരിക്കും ഇതിനകത്തുള്ളൊരു ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഇപ്പോഴല്ലേ വന്നുള്ളൂ. അപ്പം മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിലൂടെയാണ് ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്നതും ഇവിടം വരെ ആയി നിൽക്കുന്നതും. ഇതിപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കൾ, എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നൊരു സംഗീതം എന്ന് പറഞ്ഞൊരു പുള്ളി ദുബായിലാണ്. പുള്ളി എന്നെ 3-4 കൊല്ലം, അതുപോലെ തന്നെ നമ്മുടെ പ്ലേറ്റിങ് ടോണി, സെൻറ്റ് മേരീസ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ പുള്ളിയൊക്കെ എന്നോട് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മനു വീഡിയോ ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ വെറുതെ ഒരു ഇതായിട്ട് ചെയ്തു തുടങ്ങിയതാണ്. പക്ഷേ ഇത് ഇത്രയും ഇതാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഏറ്റെടുത്ത് എനിക്ക് വളരെയധികം സന്തോഷം. അതേപോലെ പറഞ്ഞു വന്ന പോയിന്റിൽ നിന്ന് മാറിപ്പോയി. അപ്പം എല്ലാ മെക്കാനികൾക്കും ഇത് സാധിക്കും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യും. അപ്പം നിങ്ങളാരും ചെയ്യുന്നില്ല എന്നല്ല പറയണം. കാരണം ഞാൻ ഒരു വർഷം വരെ വില കുറച്ച് വന്നു. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്.
എനിക്കുള്ള കഴിവായിരിക്കില്ല ചിലപ്പോൾ അവർക്കുള്ള കഴിവായിരിക്കില്ല വേറൊരാൾക്ക്. അപ്പോൾ എല്ലാവർക്കും ദൈവം ഓരോ കഴിവ് കൊടുക്കണം. അപ്പോൾ ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ അത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്നേക്കുന്ന കമൻറ്റുകൾ, എനിക്ക് വന്ന ഫോൺ നമ്പേഴ്സ് എനിക്കത് മനസ്സിലായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ നിങ്ങളാരും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. പല വണ്ടിക്കാരും ചെറിയ ചെറിയ ഇഷ്യൂസായിട്ട് പലരും പഴയ വണ്ടികൾ പണിയാൻ ഒഴിവാക്കി വിടുകയെന്നൊക്കെ ഉള്ളതാണ് എനിക്ക് കിട്ടിയ ഫോൺ കോൾസ്. കാരണം നിങ്ങളത് ഒരിക്കലും ചെയ്യാതിരിക്കും. കാരണം പഴയ വണ്ടി വളരെയധികം ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതിനെ ചെയ്തു കൊടുക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാനത് അപേക്ഷിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഈ പഴയ വണ്ടിയിൽ നിന്ന് തള്ളിക്കളയരുത്. നമ്മളെല്ലാം പണി മേടിച്ച് വന്ന് ഈ പഴയ വണ്ടിയിൽ അപ്പോൾ വന്ന വഴി ഒരിക്കലും മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം പഴയ വണ്ടിക്കാരായിട്ട് തന്നെ അവർക്ക് ഒരു പ്രിഫറൻസ് കൊടുത്ത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു ഇതാണ്. കാരണം നിങ്ങളാരും, ഞാൻ ഇപ്പോഴും പറയും, നിങ്ങളാരും പണി പഠിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളാരും ഉപദേശിക്കുക ചെയ്യുന്നതല്ല. അവരത് എനിക്ക് ഫോൺ കോളിൽ നിന്ന് ഒരുപാട് പേരെ ഫോൺ കോളിൽ നിന്ന് എനിക്കത് മനസ്സിലായതാണ്. ചെറിയ നിസ്സാര കംപ്ലയിൻറ്റുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൊല്യൂഷൻ കിട്ടാതിരുന്നിട്ട് ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ വണ്ടി കൊടുത്തോളാം, അതൊന്നും ഒരിക്കലും ഇല്ല. കാരണം വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം നമ്മുടെയൊക്കെ വർക്ക്ഷോപ്പിൽ ഇങ്ങനൊരു സംഭവമേ ഇല്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഇത് ട്രീറ്റ്മെൻറ്റ് അല്ല നല്ല ഇതൊക്കെ കൊടുത്ത് നമ്മളിവിടെ എത്ര വണ്ടികൾക്ക് എടുത്തു കൊടുക്കുന്നു, അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ അതുപോലെ സാധനങ്ങളുടെ അവൈലബിലിറ്റി ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ടാങ്ക്, മഡ്ഗാർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കിട്ടാൻ. എന്നാലും നമുക്ക് ഓർഡർ ചെയ്താലൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും. മഡ്ഗാർഡൊന്നും കിട്ടാൻ വകുപ്പില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ ഉള്ളിലെ പാർട്സുകൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കിട്ടാതെ നമുക്ക് ഉണ്ടാക്കിയിടാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മളിവിടെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു റീസ്റ്റോറേഷന് ഇപ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുത്ത് അതിൻ്റേതായ ഇത് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ള ഒരു കസ്റ്റമർ വളരെയധികം ആഗ്രഹിച്ചാണ് ഈ വണ്ടി ചെയ്യുന്നത്, പ്രത്യേകിച്ച് വണ്ടി ഭ്രാന്തന്മാർ. അപ്പോൾ അതിനകത്ത് വേറൊരു കമൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ എല്ലാം നമുക്ക് ഈ യൂട്യൂബിൽ ഇത്ര സമയത്തിന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇതൊക്കെ വലിച്ച് പറയുന്നത്. ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ചേട്ടാ വണ്ടി ഒക്കെ ശരിയൊക്കെ തന്നെ, പക്ഷെ ബില്ല് കൊടുക്കുമ്പോൾ ഈ സന്തോഷം അതൊക്കെ വെറും ഒരു തോന്നലുകളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് കാരണം എൻ്റെ ഇത്രയും നാളത്തെ കസ്റ്റമർ ഇതിനകത്ത് വർക്ക്ഷോപ്പ് ജീവിതത്തിൽ എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇട്ടേക്കുന്ന ഡെലിവറി വീഡിയോസിനകത്തൊക്കെ നിങ്ങൾക്ക്, കാരണം ഒരു കസ്റ്റമർ അവർ ഹാപ്പി അല്ലെങ്കിൽ ഒരു ഡെലിവറി വീഡിയോസിന് അല്ലെങ്കിൽ അവരുടെ ചിരിച്ച മുഖത്തോടുകൂടി ഒന്നും ഒരിക്കലും വണ്ടി എടുക്കില്ല. അത് നമ്മളാണെങ്കിലും ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ആരെങ്കിലും ചെയ്താൽ നമ്മൾ അങ്ങനത്തെ ഒരു രീതിക്ക് നിൽക്കും. അപ്പോൾ ഒരിക്കലും ഇല്ല. അപ്പോൾ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഏറ്റവും പിന്നെ വേറൊരു കാര്യങ്ങൾ പറയേണ്ടി വന്നു. പല ഇതും വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യാൻ എത്ര രൂപ വരും, അല്ലെങ്കിൽ ഈ അതിനകത്ത് എക്സാമ്പിളായിട്ട് പലരും ഓയിൽ ചേഞ്ചിന് വരെ വിളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ചോദിക്കുന്ന ചോദ്യത്തിൽ തെറ്റില്ല. കാരണം നിങ്ങളത് ചോദിക്കണം. എല്ലാ മെക്കാനിക്കുകളുടെ നിങ്ങൾ ചോദിച്ച് എന്നെപ്പോലുള്ള മെക്കാനിക്കുകളുടെ അടുത്ത് എന്ത് കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയാലത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളത് പറഞ്ഞു തരാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ നിങ്ങളെ ചോദിക്കുന്ന ചോദ്യം പൂർണ്ണമല്ല. അപ്പോൾ ഞാൻ ആ ചോദ്യം ചോദിക്കുന്നവരെ കുറ്റം പറയുന്നതല്ല. നിങ്ങളത് ചോദിക്കേണ്ട, ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഓയിൽ ചേഞ്ചിന് ഓയിൽ എന്ത് ഓയിലാണ് ഒഴിക്കുന്നത്, അപ്പോൾ അത് എത്ര കിലോമീറ്റർ മാറണം, അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ ഫിൽറ്റർ. ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെയ്യുന്നത്. ഇത് എല്ലാ ലോക്കൽ വർക്ക്ഷോപ്പിൽ പുതിയ വണ്ടി യൂസ് എഞ്ചിനുകളൊക്കെ പണിയാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ അവർ ചിലപ്പോൾ ഓയിൽ മാത്രം, ചിലപ്പോൾ ഓയിൽ ഒഴിക്കുന്നത് കുറഞ്ഞ ഓയിലായിരിക്കും. അപ്പം നമ്മളെപ്പോലെ ചെയ്യുന്ന റോയൽ എൻഫീൽഡ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കൂടി കൂടിയ ഓയിലായിരിക്കും. ചിലപ്പോൾ ഫിൽറ്ററുകൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ്. അപ്പോൾ അങ്ങനെയുള്ള റേറ്റുകളിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അവൻ 1000 രൂപ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് 1500 ആയിരിക്കും, വേറൊരുത്തരത്ത് 1800. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന ഡിഫറെൻറ്റ് ജോലികളാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു വേരിയേഷൻ കൊണ്ടാണ് പലരും റേറ്റ് വയ്ക്കുമ്പോൾ പറയാൻ പഠിക്കുന്നത്. അതുപോലെ റീസ്റ്റോറേഷന്, അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു ഉദാഹരണം പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു നെഞ്ചുവേനോ നമ്മളൊരു ഡോക്ടർ എടുത്ത്, ഹാർട്ടിൻ്റെ ഡോക്ടർ എടുത്ത് എന്നിട്ട് നമ്മൾ തന്നെ പറയണം നമുക്ക് നെഞ്ചിനാണ് പ്രശ്നം, ഡോക്ടറെ ഈ ഹാർട്ടൊന്ന് അഴിച്ച് റിപ്പയർ ചെയ്യണമെങ്കിൽ എത്ര രൂപ വരും, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഡോക്ടർ എന്ത് മറുപടി പറയും. അപ്പോൾ അതിൻ്റേതായ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടല്ല അയാൾക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തുനിന്ന് പല സ്ഥലത്തുനിന്ന് പണിതേക്കണം, അല്ലെങ്കിൽ പല കൈമറിഞ്ഞ് കൊണ്ടേക്കണ വണ്ടികളായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ പണിത് വെച്ചേക്കണത്, ഏത് കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തേക്കണമെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു ഇതിൽ നമുക്ക് പറയാൻ പറ്റും എന്നല്ലാതെ, ഇപ്പോൾ നമുക്ക് അല്ലാതെ നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ ദൂര സ്ഥലങ്ങളിൽ നമ്മൾ എങ്ങനെ നിങ്ങളോട് റേറ്റ് പറയും. നമ്മളിവിടെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് പണിത് കൊണ്ടുപോയവരുണ്ട്, 3 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ വരെ പണിത് കൊണ്ടുപോയവരുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ആ കാണിച്ച വണ്ടി പുള്ളിക്ക് ഏകദേശം ഒരു 2 ലക്ഷം രൂപ താഴെ ചിലവായി. അപ്പോൾ അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ, അതിൻ്റെ ക്രാങ്ക് അടിച്ചു മാറ്റി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചില്ല, അതിൻ്റെ ഒറിജിനൽ ക്രാങ്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ മനോജ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താണ്, പുള്ളി കംപ്ലീറ്റ് പണിത വണ്ടി എടുത്താണ്. അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് പുള്ളി നിക്കാലൻ അടിച്ചു വെച്ചു, പുള്ളി അതിന് സാക്ഷിയാണ്, പുള്ളി നിക്കാലൻ അടിച്ചത്. അതിനകത്ത് ക്രാങ്ക് ഒറിജിനൽ ക്രാങ്കാണ് വരേണ്ടിയിരുന്നത്, അതിനകത്ത് പഴയ വെയിറ്റുള്ള ക്രാങ്കായിരുന്നു. അതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ, ഉള്ളിലുള്ള സാധനങ്ങൾ അത് പുറത്തുനിന്ന് വന്ന വണ്ടിയാണ്, UP അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. ഉള്ള സാധനങ്ങളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. അതിനൊക്കെ പുള്ളി നേരിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം. അപ്പോൾ അത് ഈ നേരത്തെ ഈ കാശിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എൻ്റെ വർക്ക്ഷോപ്പ് ജീവിതത്തിൽ എനിക്ക് എടുത്ത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്.
മണിച്ചേട്ടനെ. പുള്ളി മരിച്ചുപോയി. അപ്പം പുള്ളിയുടെ ഒരു വണ്ടി എനിക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ പുള്ളിയാണ് അന്നത്തെ കാലങ്ങളിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കിസാൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏലൂർ വെച്ചായിരുന്നു എൻ്റെ ഷൂട്ടിങ്. ആ സമയത്താണ് എനിക്ക് ആ വണ്ടി പണിയാനായിട്ട് കൊണ്ടുവന്നത്. അവിടെ ജയകേരള ബേക്കറിയിലേക്ക് ഞാനൊരു വണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അത് പുള്ളിയാണ് അന്നത്തെ കാലത്ത് അത്രയും കാശ് മുടക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടോപ്പ് ലെവലിൽ നിന്നൊരു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് തന്നെ ഇരുന്നത്. അത്രയും കാശ് മുടക്കി പണിതാണ്. പിന്നെ പോകെ ഇവരെ ഈ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി വണ്ടി എടുക്കണം. അപ്പോൾ എൻ്റെ സമയവും ഇവരുടെ സമയമായിട്ടൊന്നും ടാലി ആവാത്തതുകൊണ്ട് പയ്യെ ഞാനത് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്. കാരണം മണിസാറിൻ്റെ കെയർ ഓഫിൽ എനിക്ക് ഒരുപാട് വണ്ടികൾ തന്നെ എനിക്ക് തരാമെന്ന് പറഞ്ഞാണ്. മണിസാർ അന്ന് ഈ വീഡിയോ കാണുന്ന പലരും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ കാണുന്നത്. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ലാതെ വേറെ തെളിവുകളൊന്നും. എൻ്റെ അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നതാണ്. 2019 വെള്ളപ്പൊക്കത്തിലൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അന്ന് ഞാൻ ആ വണ്ടി കൊണ്ടുചെന്ന പുള്ളിയുടെ മോളുടെ പിറന്നാളിന് എനിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞ് ഡെലിവറി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വണ്ടി അവിടെ കൊണ്ട് പാടിയിലാണ് വണ്ടി കൊണ്ട് കൊടുത്തത്. അന്ന് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു എനിക്ക് തന്നത്. എന്നോട് ഭയങ്കര ഇതായിരുന്നു. എന്നെ ആ വണ്ടിയുടെ പുറകിൽ കയറ്റിയ ചാലക്കുടി ടൗണിൽ മൊത്തം ഒന്ന് കറക്കി. എനിക്കതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. സാറ് ഇത്രയും പെട്ടെന്ന് മരിച്ചു പോകും നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അപ്പോൾ അതുപോലെ ഈ 2006 2007 കാലഘട്ടങ്ങളിൽ ബാബുരാജ് സാറിൻ്റെ സിനിമാ നടൻ ബാബുരാജ് സാറിൻ്റെ എനിക്കൊരു അവാർഡ് മേടിക്കാൻ പറ്റി. അന്ന് ആലുവയിൽ റോയൽ എൻഫീൽഡ് ക്ലബ്ബ് ഒരു മീറ്റ് നടത്തിയായിരുന്നു. ബെസ്റ്റ് മെയിൻറ്റെയിൻ വെഹിക്കിൾ അവാർഡും ബെസ്റ്റ് മെക്കാനിക്കൽ അവാർഡ്. അന്ന് അങ്ങനെ ഒരു ഇതും എനിക്ക് കിട്ടി. ഇതൊന്നും ഇതിനകത്ത് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ പൊക്കി പറയണതൊന്നും അല്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു കമൻറ്റ് വന്നാറ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ് നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അടുത്തറിയാവുന്നവർക്ക് ഇതെല്ലാം അറിയാം. അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ വണ്ടികൾ ഇത്രയും ഡിലേ വരുന്നതും. അപ്പോൾ ഇതാണ് മെയിൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ പഴയ വണ്ടിയുള്ളവർ വർക്ക്ഷോപ്പിൽ കൊണ്ടു ചെല്ലുമ്പോൾ അധികം തിരക്ക് പിടിക്കാതിരിക്കുക. പിന്നെ പൈസ നോക്കാതെ അപ്പോൾ അങ്ങനെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ മെക്കാനിക്ക് പറയണം മാറുന്ന സാധനങ്ങൾ മാറണം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ അത് മാക്സിമം അത് ഒപ്പിച്ചൊന്നും ഇടാതെ പണിയാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ സമയവും കൊടുത്ത് കാശും മുടക്കിയിട്ട് വണ്ടി ശരിയാവുള്ളതെങ്കിൽ അത് അവരുടെ ഇതാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം നിങ്ങൾക്ക് സമയം ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ നന്നാവാത്ത ഇനിയിപ്പോൾ നിങ്ങൾ വർക്ക്ഷോപ്പുകാരനെ ഉപേക്ഷിച്ച് നന്നാവില്ല, അല്ലെങ്കിൽ അത് കൊടുത്തു കളയണം, അങ്ങനെ പറയുന്ന എന്ത് കേസുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ പോരാൻ ഞാൻ നന്നാക്കി തരാം. ഗ്യാരണ്ടി ആയിട്ട് നന്നാക്കി തരാം. സമയമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. സമയം പ്രശ്നമില്ലാത്തവർക്ക് നിങ്ങൾക്ക് എപ്പോഴും സ്വാഗതം. അങ്ങനെയുള്ളവർക്ക് അല്ല, ഇപ്പം ഞാനിപ്പോൾ ഇതായിട്ട് പറയുന്നില്ല. കാരണം ധൃതി പിടിച്ച് വരുന്നതിന് അടുത്ത് ഞാനൊരു അഹങ്കാരം കൊണ്ട് വേണം. ധൃതി പിടിച്ച് വന്നാൽ ആരുടെ വണ്ടി നമ്മളിവിടെ പണിയാനെടുക്കാറില്ല. നമ്മൾ ഗുഡ് ബൈ പറഞ്ഞു, നിങ്ങൾ അടുത്ത സ്ഥലം നോക്കിക്കോളാൻ പറയുന്നത്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിശ്വസിച്ച് കൊണ്ടുവരുന്ന ഒരു കസ്റ്റമറുടെ വണ്ടി നമ്മളത് എന്തെങ്കിലും കാണിച്ചു കൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടി കൊടുത്തു വിട്ടിട്ട് ഓടിക്കഴിയുമ്പോൾ ശരിയാവും എന്നൊരു പോളിസി നമുക്കില്ല. അപ്പോൾ അതൊന്നും അല്ല ഇതിൻ്റെ ശരിക്കുള്ള ഇത്. അപ്പോൾ ഒരു വർക്ക്ഷോപ്പും അല്ലെങ്കിൽ ഒരു ഇതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛനെ കാലന്നിട്ട് കണ്ടെങ്കിൽ ഒരു ഫാമിലി പോലെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെ സ്നേഹിക്കുന്നവർ അങ്ങനെയാണ്. അപ്പോൾ അത് പണിയുന്നവനെ അതുപോലെ തന്നെ ആയിരിക്കും. അവരുടെ ഒരു അനിയനെ പോലെ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിനെ പോലെയോ അവരുടെ ജ്യേഷ്ഠനെ പോലെയൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പും നമ്മളെ ഈ താങ്ങി നിർത്തിയ നമ്മുടെ കുറേ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. അവരാണ് എൻ്റെ മെയിൻ പില്ലേഴ്സ്. അവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം അവരാണ് മനു എന്ന് പറഞ്ഞ എന്നെ ഞാനാക്കിയത്. അപ്പോൾ ഒരു ബുള്ളറ്റ് പണിക്കാരൻ എന്നുള്ള ലേബലിലേക്ക് കൊണ്ടുവന്ന അവരാണ്. അവരൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അവരോടുള്ള നന്ദി ഈ സമയത്ത് എനിക്ക് ഇതിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ. അവരോടുള്ള നന്ദി ഞാൻ പറയുകയാണ്. അവരാണ് എൻ്റെ എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അവരെ പൊക്കി അല്ലെങ്കിൽ അവരെ ഇതായിട്ട് പറയുന്നതൊന്നുമല്ല. കാരണം ഇപ്പോഴും ഞാൻ പറഞ്ഞു, എന്നെ അടുത്തറിയാവുന്ന പലർക്കും എന്നെ നന്നായിട്ട് അറിയാം. നമ്മളന്ന് എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വേറെ ഒരു വ്യത്യാസം വരുത്തില്ല. ഇന്നത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതൽ ഒരുപാട് പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇനിയും നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് ഇട്ടുതരാം. യൂട്യൂബിൽ എല്ലാം ഡീറ്റെയിൽ വീഡിയോ എടുക്കുക. നമ്മൾ ഇടുന്നതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടുതരാം. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വണ്ടികളുടെ കംപ്ലയിൻസ്, കാര്യങ്ങൾ, ഇൻഫർമേഷൻ വീഡിയോ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.